എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, എത്രയോ വീട്ടിന്റെ ഉള്ളറയില് പ്രിയപ്പെട്ട പൊന്നുമകളെ നിക്കാഹൊന്ന് കടന്നു വരുമ്പോ ഇത് പറയുമ്പോഴെന്നോട് വെറുപ്പ് വെക്കാനല്ല, എന്നോട് ദേഷ്യം വെക്കാനല്ല, എന്നോട് പിണക്കം വെക്കാനല്ല, അൽഫലാഹിന്റെ പ്രിയപ്പെട്ടവരെന്തിനാ ഇങ്ങനെ പറയിപ്പിച്ച എന്നല്ല. വല്ലാഹി വല്ലാ, അവരിങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പഠിക്കാൻ പറയാട്. അവിടെ 50ഉം 60ഉം അവന്റെ പണ്ടമിട്ടുകൊണ്ട് അതാ നമ്മുടെ പൊന്നുമക്കള് ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ ചെന്നുകൊണ്ടൊരു കാണിക്കയായിട്ടിരിക്കുമ്പോ, അല്ലാഹുവേ, നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള പാവപ്പെട്ട പൊന്നുമോള് ഒരു സ്വർണമോതിരെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിലോ എന്റെ കയ്യിലൊന്ന് ധരിക്കാമായിരുന്നു അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ പൊട്ടിക്കരയുമ്പോ, അൽഹംദുലില്ലാഹ്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെത്രയോ ഭാഗ്യമുള്ളവരാ. നിങ്ങൾ കൊടുക്കുന്ന ഓരോ നാണയത്തൊട്ടുകൊണ്ട് സാധുവായ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാഹ്. അടുത്ത പ്രാവശ്യം 2 എന്റെ പ്രിയപ്പെട്ടവരെ. ആ ഒരാവേശത്തോടെ കടന്നു പോവുക. കല്യാണം അവിടെ നിന്ന് 10 പേര് അറിയിക്കണ്ടെന്നല്ല ധാരിണി അവിടെ നിന്ന് പറയുന്നത്. അല്ലാഹുവേ അറിയിപ്പിച്ചോ, അല്ലാഹുവേ സന്തോഷമാണ്. അതിനോടൊപ്പം തന്നെ പടച്ചറപ്പേ, ലക്ഷക്കണക്കാന രൂപകൾ ഞാൻ അവിടെ നിന്ന് വലിച്ചെറിയുകയാണ്. അതിന്റെ ഒരു അംശം ഞാൻ മാറ്റിവെച്ച ഏതെങ്കിലും ഒരു പാവപ്പെട്ട പൊന്നുമോക്കൊന്ന് കൊടുക്കാൻ പറ്റുമല്ലോ. എന്നാൽ ഏറ്റവും വലിയ കല്യാണം നടത്താനുള്ള ധാരതാ ഫാത്തിമ. ഫാത്തിമ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ നിക്കാഹാണ്. ഇതിൽ നിങ്ങൾ സൗണ്ട് തരണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ നിക്കാഹിനാണ് ഏറ്റവും കൂടുതൽ വലിയ കല്യാണം നടക്കേണ്ടുന്നത്. അവിടെ അത് ലളിതമായി. എന്നിട്ടോ അലിയാർ തങ്ങൾക്ക് ആരോ കൊടുത്തൊരു ചെറിയൊരു സ്വതക്ക കല്യാണത്തിന് സമ്മാനമായി. അതും കൊണ്ട് വീട്ടിലൊന്നും ഉണ്ടായിട്ടില്ല. അതും കൊണ്ട് ചെന്നിട്ട് ഏതോ ഒരു സാധുവിന് കൊടുത്തു. ഇത് വെച്ചോ, ഇന്നെന്റെ കല്യാണത്തിന്റെ ദിവസമാണ്. ഞാൻ ചുരുക്കി പറഞ്ഞു പോകണം. അങ്ങനെ നിക്കാഹം കഴിഞ്ഞു. ഇതിനകത്ത് നമുക്കൊരു പാഠമുണ്ട്. അല്ലാഹുവേ, 100 പവനിട്ട് കെട്ടിക്കാണെന്നുണ്ടെങ്കിൽ അതിനൊരു 10 പവൻ നമ്മൾ മാറ്റി ഒരു കുട്ടിക്ക് നമ്മൾ കൊടുത്താൽ അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, എത്രയോ സന്തോഷമാണ്, എത്രയോ ആനന്ദമാണ്. അതേസമയം നമ്മൾ എത്രയോ രൂപകൾ ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ വാരിയെറിയാണ്. ഇവിടൊക്കെ പാഠം ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ പോരാ. സ്വലാത്ത് പോരാ. ഈ വിഷയം പറയുമ്പോൾ സ്വലാത്ത് പോരാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമകളുടെ നിക്കാഹിനായിരുന്നല്ലോ ഒരുപാട് വലിയ വലിയ കൊട്ടും കുറവൊക്കെ വേണ്ടുന്നത്. ലോകത്തിന്റെ രാജകുമാരന്റെ മകള് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ രാജ്ഞിയല്ലേ. എന്നിട്ട് പോലും അവിടെ ലളിതമായി കഴിച്ചുവെങ്കിൽ ആ ഒരു പാഠം അത്രയും എത്തിയിട്ടില്ലെങ്കിലും അതിന്റെ ഒരു അല്പം നമ്മളിലേക്കൊന്ന് കടന്നു വരണം. എന്നാൽ സന്തോഷമാണല്ലോ. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. അൽഹംദുലില്ലാഹ്, കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിന്റെ ഉള്ളിലിരിക്കുന്നു. പുതുമാരനായ അലിയാർ തങ്ങൾ കടന്നു വരികയാണ്. മധുരിത പൂവല്ലേ, പൂവഴകല്ലേ, പൂനിലാരാവതിലായി സ്നേഹമേ കനിയുമതായി അലിയാരാ പൂമണിമാരാ ഫാത്തിമ ചാരവരുന്നേ വേദനയോടെ അവരായി കണ്ണുനീരാൽ കരയുന്നേ. അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നിക്കാഹ് അവിടെ നിന്ന് കഴിയുകയാ. അന്നത്തെ രാത്രി അവിടെ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ്. ഇന്നെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ ഒരു കല്യാണം കഴിഞ്ഞിട്ടാ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ വരുന്നെങ്കിലോ 100 കണക്കാന സ്വപ്നവികാര വിചാരങ്ങളുടെ പൂനിലാവിലൂടെ ഉല്ലസിച്ചുകൊണ്ട് പറന്നു പോകുമ്പോ ഇതാ ഒരു മണിയറയുടെ ഉള്ളില് തേങ്ങി ഒരു കരച്ചിൽ കേൾക്കുകയാണ്. പ്രിയപ്പെട്ട പുതുമാരനായ അലിയാർ തങ്ങൾ കടന്നു ചെല്ലുകയാണ്.
ചെല്ലുകയാ. ചെന്നുകൊണ്ട് ഫാത്തിമാനെ വിളിക്കുന്നു, മോളെ ഫാത്തിമ, എന്തിനാണ് പൊന്നുമോളെ കരയുന്നത്? എന്തേ നിന്റെ മനസ്സിന് വേദന വന്നത്? എന്നോട് പറയോ ഫാത്തിമ. അല്ലാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തിന്റെ രാജാവിന്റെ പൊന്നുമകളുടെ പൊന്നുമോളായ നിങ്ങളെ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് കൊണ്ടാണോ? ഞാൻ കറുത്തവനായത് കൊണ്ടാണോ? പിന്നെ എന്റെ കണ്ണെല്ലാം അങ്ങ് ഉള്ളിലേക്ക് താഴ്ന്നു പോയത് കൊണ്ടാണോ? എന്തേ കരഞ്ഞു പോകുന്നത്? മോളെ ക്ഷമിക്കണം ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് പ്രിയപ്പെട്ട മണവാളന്റെ വായിൽ വിരൽ വെച്ചുകൊണ്ട് പറയല്ലേ അലിയേ, നിങ്ങളങ്ങനെ പറഞ്ഞു പോകല്ല. അല്ലാഹുവേ, ഞാൻ ഓർത്തുകൊണ്ട് കരഞ്ഞു പോകുന്നത് നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ പുതുമാരനായിട്ട് എനിക്ക് തന്നത് കൊണ്ടല്ല അലിയേ. പിന്നെന്തിനാ ഞാൻ ഇങ്ങനെ കരയുന്ന എന്നറിയോ? അല്ലാഹുവേ, ഇന്നീ പാതിരാത്രി മണിയറയുടെ ഉള്ളില് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ നിങ്ങളുണ്ടല്ലോ, എന്റെ ഭർത്താവായ നിങ്ങളുണ്ടല്ലോ. എനിക്കൊരു വേദന വന്ന, എനിക്കൊരു വിഷമം വന്ന, നൊമ്പരം വന്നാൽ നിങ്ങളില്ലേ അലിയേ? നാളെ ആരടി മണ്ണാകുന്ന പച്ചമണ്ണാകുന്ന ഖബറുണ്ടല്ലോ, ആ ഒരു ഖബറിന്റെ ഉള്ളിലേക്ക് ഫാത്തിമാനെ കൊണ്ടുവച്ചാൽ അവിടെ ഒരാള് പോലും ഇല്ലല്ലോ. ആ ഒരു ഖബറിനെ പറ്റി ഓർത്തിട്ടാണ് കരഞ്ഞു പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാരാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം എന്ന് പറയുമ്പോ ഇന്ന് ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു പോയാൽ അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, എണ്ണിയാൽ തീരാത്ത പാഠമല്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലുള്ളത്. അവിടുന്നത് കേട്ടപാട് അലിയാതങ്ങളുടെ കണ്ണു നിറഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, ഇന്നിപ്പോ നമ്മൾ ഓർക്കാറുണ്ടോ? ദുനിയാവിന്റെ പുറത്തുകൂടെ പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പരദീസയിലൂടെ പാരി പറന്നുകൊണ്ട് കടന്നുകൂടുമ്പോ അല്ലാഹുവേ, ആരടി മണ്ണാകുന്ന ഖബറിനെ പറ്റി ഓർക്കാറുണ്ടോ? പോട്ടെ, കല്യാണം കഴിയണ്ട, കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് 60 വയസ്സായല്ലോ, 70 വയസ്സായല്ലോ, 30 വയസ്സായല്ലോ, 40 വയസ്സായല്ലോ. മരിക്കുമെന്നുള്ളൊരു ഓർമ്മ പോലും എന്റെ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ടോ? അതുകൊണ്ട് മണിയറയുടെ ഉള്ളിൽ പോലും പോയിരുന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഓർത്തു പോയത് ആരടി മണ്ണാകുന്ന ഖബറിനെ പറ്റിയാ, മരണത്തെ പറ്റിയാണ്. അല്ലാഹുവേ, എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വിട പറഞ്ഞല്ലോ. എത്രയോ 60 വയസ്സുള്ളവർ, 70 വയസ്സുള്ളവർ, 30 വയസ്സുള്ളവർ വിട പറഞ്ഞല്ലോ. 5ഉം 6ഉം വയസ്സുള്ള പൊന്നുമക്കൾ വിട പറഞ്ഞല്ലോ. ഈ തൊട്ടടുത്ത് പോലും നമ്മൾ വായിച്ചു പോയ തനാ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് പോലും പൊന്നാര മകളെ കാണാതെ പൊട്ടിക്കരഞ്ഞു പോയ ഉമ്മയുണ്ടല്ലോ, പൊന്നുമകളെ കാണാതെ കരഞ്ഞു പോയ പാപ്പയുണ്ടല്ലോ. അല്ലാഹുവേ, ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ നിങ്ങളൊക്കെ കണ്ടതാണ്. അവര് പറയുന്നു, അല്ലാ, എന്റെ പൊന്നുമോള് മരിച്ചിട്ടില്ലല്ലോ, എന്റെ പൊന്നുമോള് മരിച്ചു പോയിട്ടില്ലല്ലോ, അവള് ജീവിച്ചിരിപ്പുണ്ടെന്ന് പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട പൊന്നുമകളുടെ മയ്യത്ത് കൊണ്ടുവരുന്നത്, പ്രിയപ്പെട്ട ഉപ്പാന്റെ മുമ്പിൽ കൊണ്ടുവെക്കുന്നത്, പ്രിയപ്പെട്ട ഉമ്മാന്റെ മുമ്പിൽ കൊണ്ടുവെക്കുന്നത്. ആ പൊന്നുമകളെ കളിച്ചിട്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടോ? ആ പൊന്നുമകള് ജീവിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവേ, 6 വയസ്സുള്ള, 7 വയസ്സുള്ള, 4 വയസ്സുള്ള മക്കളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കുമുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ മക്കളിലേക്കൊന്ന് കടന്നു പോവുക, നിങ്ങൾ നിങ്ങളുടെ മക്കളിലേക്കൊന്ന് കടന്നു പോവുക. ആ പ്രിയപ്പെട്ട ഉപ്പയോട് ഇന്ന് ചെന്ന് ചോദിച്ചാലും അല്ലാഹുവേ, മനസ്സ് പൊട്ടിപ്പോകൂല ചെറുപ്പക്കാരാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ
ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. വീടിന്റെ അടുത്ത് എത്രയോ 6 വയസ്സുള്ള പൊന്നുമോള് വിട പറഞ്ഞിട്ട് എന്തേ നമുക്കൊരു മാറ്റമില്ലാതെ കടന്നുപോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, 20 വയസ്സുള്ള ചെറുപ്പക്കാർ നിന്റെ തോളിൽ കൈയിട്ട് കൊണ്ട് നടന്നവനാണ്. ഇന്നതാ നേരം വെളുത്ത് ഖബർസ്ഥാനിന്റെ ഉള്ളിലേക്ക് അവനെ കൊണ്ടുവെക്കുമ്പോ പൊന്നുമോനെ ഓർക്കാറുണ്ടോ? അല്ലാഹുവേ നിസ്കരിച്ചിട്ടില്ലല്ലോ, അല്ലാഹുവേ നോമ്പെടുത്തിട്ടില്ലല്ലോ, അല്ലാഹുവേ സ്വതക്ക ചെയ്തിട്ടില്ലല്ലോ, അല്ലാഹുവേ സക്കാത്ത് കൊടുത്തിട്ടില്ലല്ലോ. ഓർക്കാൻ നമുക്കൊന്ന് മനസ്സില്ലാതെ കടന്നു പോകുമ്പോ അതല്ലേ തരാ ഫാത്തിമാന്റെ പ്രിയപ്പെട്ട പുന്നാരവുപ്പ, പ്രിയപ്പെട്ട പുന്നാരവുമ്മ കരഞ്ഞു പോകുന്നത്. പൊന്നുമകളെ കൊണ്ടിച്ചെന്ന് കബറിൽ വെക്കുമ്പോഴും അല്ലാ പാതിരാത്രിയാകുമ്പോ ആ പൊന്നുമകളെ കളിയാണ് മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മ വരിക, ആ പൊന്നുമകളെ ചിരിയാണ് മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മ വരിക, ആ പൊന്നുമകളെ വർത്താനമാണ് ആ പ്രിയപ്പെട്ട ഉപ്പാര ഉമ്മാന്റെ ഉള്ളിൽ ഓർമ്മ വരിക. അല്ലാഹുവേ ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടുപോയതാണ്. ആ പൊന്നുമകള് മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലായി ലോകത്തിന്റെ രാജകുമാരനെ പറ്റി നല്ലൊരു പാട്ട് പാടിയിട്ട് ആ ഒരു പാട്ട് കണ്ടുപോയവര് അത് കാണാനാ ഉമ്മാക്കൊന്ന് കഴിയോ, അത് കാണാനാ പ്രിയപ്പെട്ട ഉപ്പ കഴിയോ? അതുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം പഠിച്ചു. അവിടെ നിന്നതാ മണിയറയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞിട്ട് പറയാട്, അലിയേ നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് കൊണ്ടല്ല, നിങ്ങൾ കറുത്തവനായത് കൊണ്ടല്ല, നിങ്ങൾ കൂലിപ്പണി ചെയ്യുന്നവനായത് കൊണ്ടല്ല, 6 അടി മണ്ണിനെ പറ്റി ഓർത്തുകൊണ്ടാണ് കരഞ്ഞു പോകുന്നത് എന്ന് പറയുമ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലമായി, 60 വയസ്സായി 70 വയസ്സായി, ഓർമ്മിക്കാൻ നമുക്കൊന്ന സമയമില്ലാതെ പോയല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് ഫാത്തിമ ബീവി അവിടെ നിന്ന് പഠിപ്പിക്കാ. അൽഹംദുലില്ലാഹ് എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മ വരേണ്ടുന്നത് അത് ഖബറിനെ പറ്റി. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ചകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്കൊന്നും അധികം കടന്നു പോകുന്നില്ല. അള്ളാഹു ഈ ദുനിയാവിന്റെ പുറത്തൊന്ന് വിട പറയുമ്പോ ഉറക്ക കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹു ഉറക്ക കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. ഇല്ലാന്നുണ്ടെ കഴിഞ്ഞില്ലേ പ്രിയപ്പെട്ട മുഅ്മിനുകളെ? ദുനിയാവിന്റെ പുറത്ത് ഞാനും നിങ്ങൾ ഇങ്ങനെ പോവാണ്, എവിടെങ്കിലും വെച്ച് കാണാം, ഏതെങ്കിലും കോലത്തിൽ വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചൂടെ നമുക്ക്? പടച്ചറബെ, കല്യാണം കഴിഞ്ഞിട്ട് കണ്ണൂരല്ലേ ഇപ്പൊ അടുത്ത് നമ്മൾ വായിച്ച്, കല്യാണം കഴിഞ്ഞിട്ടും മണിയറയിലേക്ക് അവിടെ നിന്ന് കടന്നിരുന്ന പ്രിയപ്പെട്ട പുതിയാപ്പിള ഇവിടെ നിന്ന് പുതിയ പെണ്ണ് കടന്നുപോയിട്ട് വിളിച്ചിട്ടും അനങ്ങാതെ ആ അനക്കം പിന്നെ പെട്ടത് ആളുകൾ വന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തപ്പോഴാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് പടച്ചറബ് നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. എപ്പോഴും ദുആരക്കണം. ഏത് സന്ദർഭത്തിലും മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടും ഇൻഷാ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും എല്ലാ നൊമ്പരങ്ങളും എല്ലാ കഷ്ടതകളും ക്യാൻസറും അറ്റാക്കും ഇതൊക്കെ മാറാൻ ഞാൻ നിങ്ങൾക്ക് ദിക്ർ പഠിപ്പിച്ചാൽ നിങ്ങളത് ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ് പറഞ്ഞിപ്പോ അത് പറയും, ചൊല്ലൂലേ? അള്ളാഹു ചൊല്ലാനുള്ള സൗഭാഗ്യം തരട്ടെ. ചൊല്ലാമെന്നും ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുമെന്ന് പറയാൻ ആഗ്രഹമുള്ളവർക്കൊന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല അതിനുള്ള സൗഭാഗ്യം തരട്ടെ. ഇതാർക്ക് പഠിപ്പിച്ചു കൊടുത്തറിയോ? ലോകത്തിന്റെ രാജകുമാരൻ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത നല്ലൊരു ദുആ. പറയട്ടെ നിങ്ങൾ പറയട്ടെ ഇൻഷാ അല്ലാഹ്. ലോകത്തിന്റെ രാജകുമാരന്റെ പൊന്നുമകള് ബീബി ഫാത്തിമ. എന്തിനാ ഇതിന്റെ ഇടയിൽ ഇത് പറയുന്നറിയോ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് അപകടങ്ങളെ പറ്റിയാണ്. അറ്റാക്ക് വരാതിരിക്കാൻ, അപകടങ്ങളിൽ പെടാതിരിക്കാൻ, ബ്രെയിൻ ട്യൂമർ പോലത്തെ അസുഖം വന്നിട്ട് വീട്ടിന്റെ ഉള്ളിൽ പൊട്ടിക്കരയാതിരിക്കാൻ, RCCയുടെ ഉള്ളിലേക്കൊന്ന് കടന്നു പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേദനകളുടെ ലോകമെന്ന്. വേദനകളുടെ ലോകമെന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ
അവിടെ ചെന്ന് കിടക്കാതിരിക്കാൻ. അള്ളാഹുവേ, അങ്ങനത്തെ ഒരു രോഗം ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും നീ കൊടുക്കല്ല പടച്ചവനെ. മനസ്സറിഞ്ഞു പറഞ്ഞോ, അള്ളാഹുവേ, ഒരാൾക്കും നീ കൊടുക്കല്ല പടച്ചവനെ, ഒരാൾക്കും നീ കൊടുക്കല്ല പടച്ചവനെ. അതുകൊണ്ടാണ് അവിടെ നിന്ന് ചൊല്ലുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് ചെന്നിട്ടൊരു വേദനയെ പറ്റി പറയുമ്പോ, ഒരു വിഷമത്തെ പറ്റി പറയുമ്പോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദിക്ർ, ഒരു ദുആ, അൽഹംദുലില്ലാഹ്. ഇന്ന് മുതൽ പെങ്ങളെ മറന്നു പോകാതെ ചൊല്ലുക. എത്രയോ സഹോദരങ്ങൾ കരഞ്ഞു പോവുകയാണ്. ഈ തൊട്ടടുത്ത് പോലും RCCയിലേക്കൊന്ന് കടന്നു പോകുമ്പോൾ അല്ലാഹുവേ, 26 30 വയസ്സിന്റെ ഉള്ളിലുള്ള സാധുവായ ഷഫീഖ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാർ കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയാണ്, ഉസ്താദ്, വേദന സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, വേദന സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, വല്ലാത്ത വേദനയാ എന്ന് പറഞ്ഞിട്ട് തോറത്തുമുണ്ട് കവിൽ തടത്തുന്ന മാറ്റുമ്പോൾ അല്ലാഹുവേ, മനസ്സൊന്ന് പൊട്ടിപ്പോവുകയാണ്. ആ കവിൽ തടത്തിലൂടെ വല്ലാത്ത സ്മെല്ലടിച്ച് വീശുന്നുണ്ട്. അവിടെ ഒരു ദൂരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. വല്ലാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് അവന് പറഞ്ഞു പോവുകയാണ്. ഈ തലയൊന്ന് കൊണ്ട് ചെന്നിട്ട് ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ മുമ്പിൽ കൊണ്ട് ചെന്ന് വെക്കാൻ തോന്നുകയാണ്. ഈ വേദന സഹിക്കാൻ കഴിയില്ല ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമുക്കൊരു ഗർഭാശയത്തിന്റെ ഉള്ളിൽ ക്യാൻസർ വരാതിരിക്കാ, ഒരു നമ്പരം വരാതിരിക്കാറ്, വിദേശത്തുള്ള ഭർത്താവിന്റെ ജോലിയിൽ ബറക്കത്ത് ലഭിക്കാ, നാട്ടിൽ കച്ചവടം ചെയ്യുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പൊന്നുമകളെ വിളിക്കുന്നു. പൊന്നുമോളെ ഫാത്തിമ, നീ ചൊല്ലിക്കോ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു اللهم لا تكلني إلى نفسي طرفة عين. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാ, പൊന്നുമകളെ, എന്ത് പ്രയാസമാണെങ്കിലും അല്ലാഹു മാറ്റാൻ പോവുകയാണ്. നേരം വെളുക്കുവോളെ കരയുമല്ലോ, അല്ലാഹുവേ, ഭർത്താവിന് രോഗമാണ്, എത്ര കരഞ്ഞിട്ടും മാറിയിട്ടില്ല. ഇത് പഠിപ്പിച്ച റസൂലുള്ളയാണല്ലോ. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ചൊല്ലുക, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. ഇന്ന് മുതൽ മുടങ്ങാതെ ചൊല്ലുക, ഇന്ന് മുതൽ മുടങ്ങാതെ ചൊല്ലുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ കടങ്ങൾ മാറ്റിത്തരട്ടെ. വിദേശികളായ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, മക്കള്, ആ പൊന്നു മക്കളുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റാറ്. ഇന്ന് മുതൽ മുടങ്ങാതെ ചൊല്ലിക്കോ. ഇത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ദിക്റാണ്. അല്ലാഹു ഇത് ചൊല്ലാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ചൊല്ലൂലേ? ഏതായാലും ഇപ്പം നമ്മുടെ ഈ പരിപാടി ഇപ്പം ലൈവ് ഉണ്ട്. അള്ളാഹു അതെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അല്ലമീൻ, എൻ്റെ അടുത്ത സുഹൃത്താണ്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ ലൈവ് കേട്ടാൽ അതിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് എഴുതിയെടുത്തിട്ട് ചൊല്ലൂലേ? അള്ളാഹു ചൊല്ലാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. ഈ സദസ്സ് പിരിയുമ്പോൾ നമ്മളിപ്പോൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ആ ദിക്ർ ആകാശ ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കും. അതുമാത്രവുമല്ല, ആ ദിക്ർ ഒരൊറ്റവട്ടം ഒരാൾ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കൾ അവനിക്ക് വേണ്ടി ഒന്നല്ല 70,000 മലക്ക് അവനിക്ക് വേണ്ടി പൊറുക്കലിന് ചോദിക്കും. ഇൻഷാ അല്ലാഹ് സദസ്സ് പിരിയുമ്പോൾ ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. ചോദിക്കൂലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനുള്ള സൗഭാഗ്യം തരട്ടെ.
നമ്മൾ വന്നിട്ട് കുറേ നേരമായി ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഒരു സെക്കൻഡ് ഒന്ന് എഴുന്നേക്കണം എല്ലാവരും. നമുക്ക് മദീനയിലേക്ക് ഒരു 3 സ്ഥലത്ത് കിട്ടിയ അവസരം എന്ന് പറഞ്ഞിട്ട് മുങ്ങരുത് കേട്ടോ. ഉറക്കെ ചൊല്ലിക്കോളി, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു. ഉറക്കെ ചൊല്ലി. മണിമോത്തേ മദീനയിലാണേ മന്ദാര ചെപ്പിൻ അഴകാണേ സ്വല്ലല്ലാഹു. കരുണക്കാടലേ റസൂലേ കാരുണ്യ പൂവേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. ഇരുന്നോളി. അല്ലാഹുവേ, ഈ സ്വലാത്ത് നമ്മൾ മുഴുവൻ ചൊല്ലിയിരിക്കുകയാണ്. ഇത് നമ്മൾ ചൊല്ലിയത് ഹബീബിന്റെ ചാരത്തേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഉറക്കുന്ന അമ്മി അല്ലാ, നീ ഹബീബിന്റെ ചാരത്ത് എത്തിക്കണേ പടച്ചോനെ. നിങ്ങളെ ഇരുത്തിയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കില്ല. കറക്റ്റ് 2 മണിക്കൂറാണ് നമുക്ക് നിർത്താൻ ഇൻഷാ അല്ലാ. അപ്പൊ സംഘാടകർ രൂക്ഷ നോട്ടം പടച്ചോനെ പാഹൻ കൊടുക്കുമ്പോൾ അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഉറക്കുന്ന അമ്മീൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ. ക്യാൻസർ പോലത്തെ രോഗം പടച്ചറബെ ഞങ്ങൾക്കറിയില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ അള്ളാഹുവേ നീ തുടച്ചു മാറ്റണേ റഹ്മാനെ. നമ്മളറിയില്ല. എന്നെ നിങ്ങൾ നോക്കണ്ട, എന്നെ വിട്ടേക്ക്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുക്കളുമുണ്ട്. ഒരാളുടെ ആമീൻ കിട്ടി നമ്മൾ രക്ഷപ്പെട്ടു. പടച്ചറബെ ഞങ്ങൾ അറിയാതെ ഉണ്ടെങ്കിൽ അള്ളാഹ് നീ അതിന് പരിഹാരം തരണം പടച്ചവനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലോകത്തിന്റെ രാജകുമാരന്റെ പൊന്നുമകൾ അവിടെ വെച്ചുകൊണ്ടും മണിയറ വെച്ചിട്ട് കരഞ്ഞത് അള്ളാഹു ഇന്നങ്ങോട്ടുള്ള ജീവിതം എങ്ങനെ ഓർത്തിട്ടല്ല, അലിയാരുമൊത്തുള്ള ജീവിതം എങ്ങനെ ഓർത്തിട്ടല്ല അവിടെ നിന്ന് കരഞ്ഞത്. അവിടെ നിന്ന് കരഞ്ഞു പോയത് പടച്ച റബ്ബേ അള്ളാഹുവേ, ഇവിടെ എല്ലാരും ഉണ്ടല്ലോ, ആ ഖബറിന്റെ ഉള്ളിൽ ഒരാളുമില്ല. ആരെന്ന് ഓർക്കുക? ഒരാളും ഓർക്കൂല. അതുകൊണ്ടാണ് അവിടുത്തെ പാഠം വലുതാണെന്ന് പറഞ്ഞത്. അല്ലാഹുവേ, ഖബർ പോലും നമ്മളോട് വിളിച്ചു പറയുന്ന ഓരോ ദിവസവും വിളിച്ചു പറയുമല്ലോ. എന്താ വിളിച്ചു പറയുന്നത് എന്നറിയോ? ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ, ഖബർ നമ്മളോട് വിളിച്ചു പറയാണ്, യബ്ന ആദം, ആദമിന്റെ മക്കളെ, ഇന്നിവിടെ നിന്നുകൊണ്ട് പ്രഭാഷണം പറയുന്ന ഷമീർ ദാരിമി ഇന്ന് വിളിച്ചതാണ്. ഇന്ന് ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കും നല്ല മീനെ വിളിച്ചതാ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരും നമ്മളെ കൊണ്ടടക്കുന്ന പച്ചമണ്ണ് വിളിക്കുകയാണ്. എന്നിട്ടെന്തേ പറഞ്ഞെന്നറിയോ? തഫിറു മിന്നീ അലാ ലഹരി ഫതുഹസബു ഫീ ബത്നി. എന്റെ വിഷയം ഖബറല്ല, ഫാത്തിമ ബീവിന്റെ ജീവിതം പഠിപ്പിക്കാൻ. ഫാത്തിമ ബീവി ഓർത്തുകൊണ്ട് കരഞ്ഞതും ഖബറാണല്ലോ. എന്തേ നമ്മുടെ മണ്ണ് നമ്മളോട് വിളിച്ചു പറയുന്നത്? ഇന്ന് പ്രഭാഷണത്തിന് വേണ്ടി കടന്നു വന്ന ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഒത്തുകൊണ്ടാ നീ ഇന്നിവിടെ വന്നത്. നിന്റെ പ്രിയപ്പെട്ട ബാപ്പിച്ചാന്റെ കൈപിടിച്ചുകൊണ്ടാ ഇന്നിവിടെ വന്നത്. നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊത്തുകൊണ്ടാ ഇവിടെ വന്നത്. അല്ലാഹുവേ, അന്നന്നിറങ്ങുന്ന സിനിമകൾ ചൂടാറാതെ കാണാ നിങ്ങളുടെ കൂട്ടുകാരെ കൈപിടിച്ചുകൊണ്ടാ കടന്നു പോയത്. എന്നാൽ എന്റെ ചെറുപ്പക്കാരാ, നീ നടന്നു പോകുമ്പോഴും നിന്റെ മണ്ണ് വിളിച്ചു പറയാട്, തഫിറു മിന്നീ അലാ ളുഹരി. എന്റെ പുറത്തുകൂടെ സന്തോഷിച്ചുകൊണ്ട് ചിരിച്ചു കളിച്ചു രമിച്ചു സുഖിച്ച് നീ നടന്നു പോവുകയാണ്. എന്നാൽ ഇന്നിവിടെ ഈ ഒരു സമയത്ത് കടന്നു വന്നിരുന്ന എന്റെ പൊന്നുമോനെ, നാളെ നിന്റെ കിതാബില് ഖബറിന്റെ ഉള്ളിൽ റൗമാൻ എന്ന് പറയുന്ന മലക്കൊന്ന് കടന്നു വന്നിട്ട് ഉക്തുബു അമലക്കെന്ന് പറയുമ്പോ നിന്റെ എല്ലാ അമലുകളും രേഖപ്പെടുത്താൻ പറയുമ്പോ ഇവിടെ കടന്നു വന്ന ചെറുപ്പക്കാരാ,
നീ എത്ര ഭാഗ്യവാനാണ് പൊന്നുമോനെ, നീ എത്ര ഭാഗ്യവതിയാണ് പൊന്നുമോളെ. അല്ലാഹു നിങ്ങൾക്ക് തന്ന സൗഭാഗ്യമാണല്ലോ. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവേ, ഇതുപോലെ അൽ ഫലാഹിന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടികൾ പരിപാടി വെച്ചപ്പോ ആ പ്രഭാഷണത്തിന്റെ സദസ്സിൽ പോയിരുന്ന് ഒരുപാട് സ്വലാത്തുകൾ ഞാൻ ചൊല്ലിയല്ല എന്ന് പറയാൻ കഴിയുമല്ലോ ചെറുപ്പക്കാരാ. അവിടെ നദാ വിളിച്ചു പറയാണ് ദുനിയാവിന്റെ പുറത്ത് നിന്റെ സമ്പത്തുകൾ വൃത്തികേടുകൾക്ക് വേണ്ടി വലിച്ചെറിഞ്ഞ ചോദിക്കാവരാളില്ല. എന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നാലോ നിന്നെ ചോദ്യം ചെയ്യുമെന്ന് ഖബർ വിളിച്ചു പറയുമ്പോ ഇതൊക്കെ ഫാത്തിമ ബീവിന്റെ മനസ്സിന്റെ ഉള്ളിൽ പിടയുകയാണ്. കഴിഞ്ഞിട്ടില്ല ചെറുപ്പക്കാരാ. തംശീ ഫിൽ ജമാഅത്തി അലാ ലഹരി വസൗഫ തഖഉ വഹീദ ഫീ ബത്നി. ഇവിടെ സന്തോഷം, ഒരുപാട് സന്തോഷത്തോടെ വന്നതാണ്. കൂട്ടുകാരും ഒത്തുകൊണ്ട് ചിരിച്ചിട്ട് ഇവിടെ ഇരുന്നതാണ് മോനെ. എന്നാൽ ഖബറിന്റെ ഉള്ളിൽ തനിച്ചാണ് കടന്നു വരിക. ഇതോർത്തുകൊണ്ട് കരയാ നമുക്കൊന്നും സമയമില്ലല്ലോ. അതുകൊണ്ട് ഖബറിനെ പറ്റി ഓർക്കണമെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല എന്റെ ചെറുപ്പക്കാരാ, ജീവിതം ഇങ്ങനെ മുന്നോട്ട് കടന്നു പോവുകയാണ്. അല്ലാ അല്ലാ, ഫാത്തിമ ബി ഒന്ന് ഖബറിനെ പറ്റി ഓർക്കണമെന്ന് നമ്മളോട് പഠിപ്പിച്ചു. രണ്ടാമത് ഏതാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നമ്മളോട് പറയുന്നു എന്നറിയോ? കുടുംബത്തിന്റെ മാതൃകയാ. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഉമ്മമാരെ, ഇത്രയും നേരമായിട്ട് എൻ്റെ ഉമ്മമാരിലേക്ക് ഞാൻ കടന്നു വന്നിട്ടില്ല. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മഹദിയുടെ ജീവിതത്തിന്റെ ഒരു പാഠം പഠിപ്പിക്കുകയാ. ഭാര്യ ഭർത്താവും ഒത്തുകൊണ്ട് ജീവിതത്തിൽ കഴിഞ്ഞുകൂടുമ്പോ ഒരുപാട് കുറവുകൾ വന്നേക്കാ, ഒരുപാട് കുറ്റങ്ങൾ വന്നേക്കാ, ഒരുപാട് പോരായ്മകൾ വന്നേക്കാ. അതൊക്കെ സഹിക്കാ, അതൊക്കെ ക്ഷമിക്കാ. ഫാത്തിമ ബീവിന്റെ പാഠം പഠിച്ചാലല്ലാതെ നമുക്ക് കഴിയൂല ഉമ്മ. ലോകത്തിന്റെ രാജകുമാരന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സയ്യിദത്തുൻ നിസാ ബീബി ഫാത്തിമ. എന്തെങ്കിലും മടി നിർത്താറായിക്കണോ? ആയോ? നിർത്താറായോ? ഇല്ല എന്നുള്ളവർക്ക് കൈവയ്ക്ക് നോക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു തആല ഖബൂലാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് വ്യക്തമായിട്ട് പറയണം. ഒന്ന് അവിടെ നിന്ന് പഠിപ്പിച്ച് നമ്മുടെ ഖബറിനെ പറ്റി ആവർത്തിച്ചു പറയണത് ആവർത്തന വിരക്തിക്ക് വേണ്ടിയല്ല, മനസ്സിലാക്കണം. ഒന്ന് ഖബറിനെ അതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുള്ളതാണ്. ഖബറിനെ പറ്റി ചിന്തിക്കുക. രണ്ടും ഇപ്പോൾ അവിടെ നമ്മളെ പഠിപ്പിച്ച് കുടുംബിനികൾക്ക് മാതൃകയാണ്. ഒരുപാട് കഥകളുണ്ട്, ഞാൻ ചുരുക്കി പറഞ്ഞു പോകും. കുടുംബിനികൾക്കൊരു മാതൃകയാണ്, സന്തോഷത്തിന്റെ പാഠമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പഠിപ്പിക്കുന്നത്. തന്റെ ഭർത്താവിന്റെ ഒള്ളായ്മയിലും ഇല്ലായ്മയിലും സന്തോഷത്തോടുകൂടി കഴിഞ്ഞു പോയ ഒരു മഹദി, ലോകത്തിന്റെ രാജകുമാരന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. തന്റെ ഭർത്താവിന്റെ വിഷമങ്ങൾ അറിഞ്ഞിരുന്നവർ, തന്റെ ഭർത്താവ് കരഞ്ഞാൽ കൂടെ കരഞ്ഞിരുന്നവർ, തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ടും മനസ്സുകൊണ്ടും മുന്നോട്ട് കടന്നുപോയവർ സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇല്ല, അവിടെ നിന്ന് പഠിപ്പിക്കാൻ ഫാത്തിമ ബീബി, മോളെ, നിന്റെ ഭർത്താവ് മൊത്തുകൊണ്ട് കഴിഞ്ഞുകൂടുമ്പോ, ആ ഭർത്താവിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ, ഒരുപക്ഷെ എല്ലാ ദിവസവും നിന്റെ ഭർത്താവിന് ജോലി ഉണ്ടാകണമെന്നില്ല, എല്ലാ ദിവസവും നിന്റെ ഭർത്താവിന് സന്തോഷമുണ്ടാകണമെന്നില്ല, എല്ലാ ദിവസവും ഒരുപോലെ ആരോഗ്യമുണ്ടാകണമെന്നില്ല. അല്ലെങ്കിൽ സമ്പാദ്യം കുറഞ്ഞു പോയതിന്റെ പേരിൽ നീ നിന്റെ ഭർത്താവിനെ പുച്ഛിച്ച് തള്ളരുത്, നീ നിന്റെ ഭർത്താവിനെ ആക്ഷേപിക്കരുത്, നീ നിന്റെ ഭർത്താവിനെ കുറ്റം പറയരുത്. ഇതൊക്കെ അവരുടെ ജീവിതം പഠിച്ചാൽ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. സുബ്ഹാനല്ലാഹ്.
ചിന്തിച്ചു നോക്കേ. അതുകൊണ്ടാണല്ലോ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ലോകത്തിന്റെ രാജകുമാരന്റെ പൊന്നുമകൾ ഒന്നാമതായി പഠിപ്പിക്കാ ഭർത്താവിന്റെ വള്ളായ്മയിലും ഇല്ലായ്മയിലും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുക. ഇത് പറയുമ്പോഴാ ഒരു കഥ ഓർമ്മ വരുന്നത്. സയ്യിദത്തുൻ നിസാ ബീവി ആയിഷ, ഉറക്കെ പറയി ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ, ഒരു വേള വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ രാജകുമാരൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ, സ്വലാത്തിന്റെ പവർ പോലെ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ ത്വയ്ബ പതിഞ്ചീവേ തൗഹീദോളി നീലാവേ അർശിനും കുർശിനും അധിപതിയുടയോന്റെ ഹസനത്ത് ഉലകത്തിൽ ഉരതപ്പുവേ താഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ. അതുകൊണ്ട് മുഴങ്ങട്ടെ മദീനത്തിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷം അവശരായിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒന്ന് കടന്നു പോവുകയാ. എന്തിനാ ഉസ്താദേ ഫാത്തിമ ബീവിന്റെ കഥ പറയുമ്പോ അവിടെ ആയിഷ ബീവിന്റെ കഥ പറയുന്നു എന്നല്ലേ? അതിനകത്തൊരു പാഠമുള്ളത് കൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി കൂടെ ആയിരുന്നല്ലോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. വീട്ടിന്റെ വാരാന്തയിൽ വാതിൽപ്പടി നിൽക്കുമ്പോൾ റസൂലുള്ളാഹി കടന്നു വരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വരുന്ന കാണുമ്പോഴേ ഫാത്തിമാന്റെ ആയിഷ ബീവിന്റെ മനസ്സൊന്ന് പൊട്ടിപ്പോവുകയാണ്. ആയിഷ ബീവിന്റെ മനസ്സൊന്ന് തകർന്നു പോവുകയാ. ആരാ കടന്നു വരുന്നത്? ലോകത്തിന്റെ രാജകുമാരനാണ്. ആ റസൂലുള്ളാഹി കടന്നു വരുന്നത് എന്തിനാ കരയുന്ന എന്നല്ലേ? അവർ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചാരിയിരിക്കുന്ന രംഗം കാണുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കടന്നു പോവുകയാണ്. എവിടെയെന്നറിയോ? അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിൽ ചെന്നിരിക്കുകയാണ്. ഫമസഹ ബിയദിഹി അലാ ബത്നിഹി മിമ്മാ അറാ ബിഹി മിനൽ ജൂ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ ഹബീബിന്റെ വയറ്റത്തൊന്ന് കൈവെക്കുകയാണ്. കൈവച്ചുകൊണ്ട് മെല്ലെ മെല്ലെ തടവുകയാ. വിഷന്ന് വലഞ്ഞു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് പെങ്ങളെ, നമ്മളാണെങ്കിൽ നല്ലതുപോലെ ഭക്ഷണം കൊണ്ടുവെക്കുമല്ലോ. പക്ഷേ അവിടുന്ന് പ്രിയപ്പെട്ട ഭർത്താവിന് കൊടുക്കാനൊന്നുമില്ലാതെ അവിടുന്ന് ഭർത്താവിനോട് പറഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ട റസൂലല്ലാഹ്, ഈ വീട്ടിന്റെ ഉള്ളിൽ ഒന്നുമില്ലല്ലോ. എത്രയോ ദിവസങ്ങളായിട്ട് ആയിഷ പട്ടിണിയാണ് നബിയേ. അവിടത്തെയോട് ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവിടത്തെ വേദനപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല. പൊന്നു പെങ്ങളെ, വിദേശത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ് ഒരു മാസവും കാണും, അല്ലെങ്കിൽ പ്രിയപ്പെട്ട മക്കള് ഒരു മാസവും കാണും. കാശം നേക്കാര് താമസിച്ചു പോയ
പോയാൽ, മുറുമുറുക്കുന്നവരായിട്ട് മാറിപ്പോയാൽ അല്ലാഹുവിന്റെ ശാപമുണ്ട് മോളെ. അതുകൊണ്ട് ആയിഷ ബീവി പറയാ, ആയിഷ എത്ര പട്ടിണി കിടന്നാലെന്താ, ആയിഷ എത്ര സഹിച്ചാലെന്താ, എനിക്കെന്റെ ഭർത്താവിന്റെ പൊരുത്തമാണെന്ന് പറഞ്ഞു പോയതെങ്കിലോ ഏറ്റവും നല്ല പെണ്ണിനെ പറ്റി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് തന്റെ ഭർത്താവിന്റെ ഒള്ളായ്മയിലും ഇല്ലായ്മയിലും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുന്ന പെണ്ണാട് ലോകത്തിന്റെ മുത്തിന്റെ തരുണി മണിയേ ബീവി ഫാത്തിമ. ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അല്ലേ, എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹിക്കണം. അതിന് അല്ലാഹുവിൻ്റെ മുമ്പിൽ നിന്നുള്ള പ്രതിഫലമുണ്ട്, അല്ലാഹുവിൻ്റെ മുമ്പിൽ നിന്നുള്ള പ്രതിഫലമുണ്ട്. അതല്ലാതെ നൈമിഷികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എപ്പോഴും ഭർത്താവിനോട് ഇത് പറയുമ്പോൾ എന്തിനാ ഇത് പറയുന്നത് ചിന്തിക്കരുത്. ആദ്യം അല്ലാഹുവേ പടച്ച റബ്ബേ നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാൽ, അവരുടെ പൊരുത്തത്തിലാണ് നമുക്ക് അല്ലാഹ് നിന്റെ പൊരുത്തുള്ളത്. അതുകൊണ്ട് പടച്ച റബ്ബേ നീ എന്നൊന്ന് കാക്കണം. ഇന്നു മുതൽ ഈ ഒരു സദസ്സിൽ വെച്ചിട്ട് ഞാൻ ഉറപ്പിക്കാൻ, ഇന്നു മുതൽ എൻ്റെ ഭർത്താവ് കൊണ്ടുവരുന്ന എന്തെന്നാണോ അത് മതി. ഇനിയിപ്പോ എന്തായി, വലിയ പെരുന്നാളൊക്കെ വരുമ്പോ നമ്മൾ വസ്ത്രമൊക്കെ എടുത്തിട്ട് ഒരു പക്ഷേ മക്കൾക്കായാലും ഭാര്യക്കായാലും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവിടെ നിന്ന് വസ്ത്രവുമായിട്ട് വരുമ്പോൾ ഇത് കൊള്ളൂലെന്ന് പറഞ്ഞിട്ട് ഇനി എത്ര കൊള്ളാത്തതാണെങ്കിലും എത്ര ഇഷ്ടപ്പെടാത്തതാണെങ്കിലും അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടെടുക്കുമ്പോൾ അവിടെയാണ് ഭർത്താവിന് സന്തോഷം കിട്ടുക. അപ്പം ഇങ്ങനെ ഭർത്താവ് നല്ല സന്തോഷത്തിൽ കൊണ്ട് ആ കൊള്ളാം നല്ല സാധനം, ഇത് എന്തെന്ന് ഇത് ആർക്കും ഇത് വേണ്ടാത്ത സാധനം കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭർത്താവിൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വേദന, അതൊരു വല്ലാത്ത വേദനയല്ലേ. എത്ര വന്നാലും അവിടെ എന്ത് സഹിച്ചാലും ഈ സഹനത്തിനും ഈ ക്ഷമയ്ക്കും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സന്തോഷം നിങ്ങൾക്ക് നാളെ കാത്തിരിക്കാൻ. അള്ളാഹു അത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ ഉമ്മമാരെ മുഴുവൻ അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. ഇല്ലേ, അതുകൊണ്ടാണല്ലോ വിശന്നുകൊണ്ട് കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ പ്രിയപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ആ രണ്ട് പൊന്നുമക്കളും വല്ലാതെ വേദനയോടുകൂടി കരഞ്ഞിട്ട് പോലും ഒന്നും കൊടുക്കാനില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ ചെന്നിട്ട് പറഞ്ഞത്, മോളെ ഫാത്തിമ നീ ഒരു ഉമ്മയാണല്ലോ പൊന്നുമോളെ, നീ ഒരു ഉമ്മയാണല്ലോ പൊന്നുമോളെ. മോളെ നിനക്കാ പൊന്നുമക്കളുടെ വിശപ്പ് മാറ്റാൻ കഴിയുമല്ലോ ഫാത്തിമ. അതുകൊണ്ടാ പൊന്നുമക്കളെ വിശപ്പ് മാറ്റാ പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഗുരുവര്യര് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ കടന്നു പോകുമ്പോഴും അല്ലാ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും വാവിട്ടുകൊണ്ട് കരയുമ്പോ റസൂലുള്ള കടന്നു വന്നിട്ട് മെല്ലെ ഒന്ന് ദേഷ്യപ്പെട്ടല്ലോ, മോളെ ഫാത്തിമ ഈ രണ്ട് മക്കളുടെ ഉമ്മയാണ് മോളെ നീയും നീ വിചാരിച്ചു പോയാൽ ഈ പൊന്നുമക്കളുടെ പട്ടിണി മാറ്റാ നിനക്ക് കഴിയില്ലേ ഫാത്തിമ. ഈ ഒരു ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ഫാത്തിമ ബീവിക്ക് കൊടുക്കാൻ കഴിഞ്ഞതോ, ഫാത്തിമ ബീവിന്റെ രണ്ട് കരങ്ങൾ അങ്ങ് പൊക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബീവിന്റെ മുഖത്തേക്ക് അങ്ങ് പൊത്തിപ്പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഫാത്തിമ എന്ന് പറഞ്ഞ ജീവനല്ലേ. ആ റസൂലുള്ള ചെന്നിട്ട് പൊന്നുമകളുടെ കരങ്ങൾ പിടിച്ചു മാറ്റുമ്പോ അല്ലാഹുവേ ഫാത്തിമ ബീവിന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒഴുകി വരികയാണ്. അവിടെ അന്ന് ചോദിക്കുന്നു, മോളെ എന്തിനാണ് എൻ്റെ പൊന്നുമോള് കരയുന്നു എന്ന് ചോദിക്കുമ്പോ അവിടെ അന്ന് പറഞ്ഞു പോവുകയാണ്, പ്രിയപ്പെട്ട ഉപ്പാ അവിടെ അന്ന് പറഞ്ഞല്ലോ പൊന്നുമകളുടെ വിശപ്പ് മാറ്റാ, എൻ്റെ പൊന്നുമകളുടെ വിശപ്പ് മാറ്റാൻ അവിടെ അന്ന് പറഞ്ഞല്ലോ. അതിനെനിക്ക് സങ്കടമില്ല ഉപ്പാ. എത്രയോ ദിവസങ്ങളായി പട്ടിണി കിടന്നു പോയതാണ്.
എത്ര ദിവസങ്ങളായി പട്ടിണി കിടന്നതാണ്. അതുകൊണ്ട് ഉപ്പാ, എന്റെ മാറിടത്തിൽ നിന്ന് ഒരമ്മിഞ്ഞ പാല് പോലും എന്റെ പൊന്നുമക്കളുടെ കവിൾത്തടത്തിലേക്ക് പോകുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടന്ന് പൊട്ടിക്കരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പോലും കരഞ്ഞു പോയെങ്കിലോ എന്റെ ഭർത്താവ് എന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല, എന്റെ ഭർത്താവ് എന്റെ മക്കളെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും എത്രയോ വീടുകളിൽ പ്രിയപ്പെട്ട പൊന്നുമക്കളെയും പ്രിയപ്പെട്ട ഭാര്യയും പൊന്നുപോലെ നോക്കിയിട്ടുള്ള ഭർത്താവിനെ പോലും പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തള്ളുന്ന അവസ്ഥ കണ്ടുപോയതാണല്ലോ. എത്രയോ ആളുകൾ വന്നിട്ട് ഈ തൊട്ടടുത്ത് പോലും മണ്ണാർക്കാട് പ്രഭാഷണം കഴിഞ്ഞിട്ട് വരുമ്പോ ഉസ്താദേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാവുന്ന ദുആ ചെയ്യാറ് കേരളമെന്ന് പറഞ്ഞൊരു വീട്ടിലേക്കൊന്ന് കയറുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പോവുകയാണ്, ഒരുപാട് സൗകര്യങ്ങൾ എന്റെ പെണ്ണിന് കൊടുത്തതാ, ഒരുപാട് സൗകര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവൾക്കൊന്ന് കൊടുത്തു പോയതാണ്, എന്റെ മക്കൾക്കൊന്ന് കൊടുത്തു പോയതാ. ഇന്നെനിക്കൊരു രോഗം വന്നപ്പോ ഇന്നെന്റെ പ്രിയപ്പെട്ടവൾക്ക് എന്നെ വേണ്ട, ഇന്നെന്റെ പ്രിയപ്പെട്ടവൾക്ക് എന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോയെങ്കിലോ എന്റെ ഉമ്മ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ നോക്കിയതാണ്. എത്ര വിഷമം വന്നാലും അല്ലാഹുവേ ഉള്ളത് കൊണ്ട് കഴിഞ്ഞുകൂടാമെന്ന് പറഞ്ഞിട്ട് ഭർത്താവിന് സമാധാനത്തിന്റെ ഒരു വാക്ക് കൊടുക്കുന്ന പെങ്ങളേതാ? ആ പെങ്ങളാണ് നാളെ മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കൊന്ന് കടന്നു പോകുന്നത്. അല്ലാഹുവേ അതിനുള്ള സൗഭാഗ്യം ഇവിടെ കടന്നു വന്ന മുഴുവൻ ഉമ്മമാർക്കു നീ കൊടുക്കണേ അല്ലാഹു, നീ കൊടുക്കണേ റഹ്മാനെ. പടച്ച റബ്ബേ, നമ്മളെ മുഴുവൻ സ്വർഗത്തിന്റെ അഹലുകാരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ഇവിടെ ബക്കറ്റീരുണ്ടോ? ഉണ്ടോ? ബക്കറ്റീരുണ്ടോ? എവിടെ സംഘാടനം മുങ്ങിയ ഉണ്ടോ? ഉണ്ടോ? ബക്കറ്റീരുണ്ടോ? അന്ന കൊണ്ടുവരി. നമ്മുടെ സംഘാടന ബക്കറ്റുമായിട്ടൊരു നല്ലൊരു ഹദിയ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി നല്ലൊരു മനസ്സോട് കൂടിയിട്ട് ആദ്യം ഇവിടെ കൊണ്ടുവരണേ. നല്ലൊരു മനസ്സോട് കൂടി, നല്ലൊരു നീയത്തോടു കൂടി ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു സംഖ്യ, നല്ലൊരു സംഖ്യ ബിസ്മില്ലാഹ് എല്ലാവരും ഇവിടെ ഇൻഷാ അല്ലാഹ്. ഈ സദസ്സ് കറക്റ്റ് 2 മണിക്കൂറാവും എൻ്റെ വാദം നിർത്തും. അതിൻ്റെ ഇടയിൽ തന്നെ ഫാത്തിമ ബീവിൻ്റെ വഫാത്ത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അല്ലാഹു ഈ സദസ്സിൽ കടന്നു വന്ന മുഴുവൻ ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗീയ ലോകം തരട്ടെ. അള്ളാഹു സ്വർഗീയ ലോകം തരട്ടെ. അതുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും കൊണ്ടുവരാനുമുണ്ട്. അതുകൊണ്ട് ഒല്ലായ്മയിലും ഇല്ലായ്മയിലും സന്തോഷകരമായിട്ട് കടന്നുകൂടെ. ഇനിയോ രണ്ടാമതൊന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിക്കുന്നത് തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ അറിയുന്നൊരു പെണ്ണായിട്ട് മാറുക. തന്റെ ഭർത്താവിന്റെ ആഗ്രഹം ഇത് പറയുമ്പോ ഇതിപ്പോ നമുക്കുള്ള വാളല്ല, ആണുങ്ങൾ ചിന്തിക്കണ്ട അല്ലേ, അള്ളാന്റെ ഹബീബിന്റെ പൊന്നുമോളെ പറ്റിയല്ലേ പറയാ. അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള കൂലിയുണ്ട്. അതുകൊണ്ട് എൻ്റെ ആണുങ്ങൾ നിറക്കെ പറയും ബീവി ഫാത്തിമ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈ ശബ്ദത്തെ നാളെ മഹ്ശറിൽ സ്വർഗീയ ലോകത്തേക്ക് എത്താനുള്ള സൗഭാഗ്യം അള്ളാഹു തരട്ടെ.